നമസ്കാരം. പുതിയ GST സ്ലാബിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾക്ക് വില വ്യത്യാസമുണ്ടാകും എന്നുള്ളത് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. മാരുതി സുസുക്കിയുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ ബലീനോ. ബലീനോയുടെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മ മാനുവൽ ട്രാൻസ്മിഷന് ഇപ്പോൾ നിലവിലുള്ള പ്രൈസ്, അതായത് പുതിയ GST പ്രകാരമല്ല, നിലവിൽ 28% GSTയും അതിൻ്റെ 1% സെസ്സും ഉൾപ്പെടെയുള്ള എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് കേരളത്തിൽ 6,74,000 രൂപയാണ്. അതിലെത്രത്തോളം വ്യത്യാസം പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എൻട്രി ലെവൽ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം മാത്രമല്ല, റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ, അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. 4 സിലിണ്ടർ എഞ്ചിനാണ്, K12N എന്ന് പറയുന്ന എഞ്ചിനാണ്. ഏകദേശം 88.5 bhp പവർ, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നു. 113 Nm ടോർക്ക്, അത് 4400 RPM ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി 1197 cc ആണ്. ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3990 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ 4 മീറ്ററിൻ്റെ താഴത്തേക്കുള്ള ലെങ്ത്തും അത് ഫില്ല് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 1200 cc താഴെയുള്ള പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ 28% GST, 1% സെസ് എന്നുള്ള ആനുകൂല്യം ഈ ഒരു വാഹനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അത് 28% GST മാറും, 1% സെസ്സും എടുത്തു കളഞ്ഞിട്ടുണ്ട്. 18% GSTയിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം വില വ്യത്യാസം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. മാനുവൽ ട്രാൻസ്മിഷനാണ്, ബേസ് മോഡലാണ്, സിഗ്മയാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ് 6,74,000 രൂപയാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബേസ് പ്രൈസ് വാഹനം നിർമ്മിച്ച് കമ്പനി അതിൻ്റെ ലാഭവും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രൈസ് ഇടും, അതാണ് ബേസ് പ്രൈസ്. അതിൻ്റെ മുകളിൽ 28% GST, ആ കിട്ടുന്ന വിലയുടെ 1% സെസ്, അതും ഉൾപ്പെടെയാണ് ഈ 6,74,000 വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 5,25,500 രൂപയാണ്. ഈ 5,25,500 രൂപയ്ക്കകത്ത് കമ്പനിയുടെ ലാഭവും ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നിർമ്മിക്കുമ്പോൾ ഇത്രത്തോളം കോസ്റ്റ് വരില്ല. ഈ 5,25,500 രൂപ എന്നുള്ള ബേസ് പ്രൈസിന് മുകളിൽ 28% GST അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 1,47,140 രൂപ കൂടുകയും അതിൻ്റെ 1% ആയിട്ടുള്ള 1,471 രൂപ ആഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ 6,74,000 രൂപ എക്സ് ഷോറൂം പ്രൈസ് കേരളത്തിൽ ലഭ്യമാവുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 28% GST പ്ലസ് 1% അതിൻ്റെ 1% സെസ് ഇതെടുത്ത് കളയുമ്പോൾ 18% GSTയിലേക്ക് മാറും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 5,25,500 രൂപ എന്നുള്ള അടിസ്ഥാന വില ബേസ് പ്രൈസിൻ്റെ മുകളിൽ വെറും 18% GST ആകുമ്പോൾ 1,47,140 രൂപ എന്നുള്ളത് കുറഞ്ഞ് 94,590 രൂപ എന്നുള്ള രീതിക്ക് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് കേരളത്തിൽ 6,20,090 രൂപ എന്നുള്ള രീതിക്ക് വരും. അത് റൗണ്ട് ചെയ്ത് 6,20,000 രൂപ എന്നുള്ള രീതിക്ക് മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനത്തിൻ്റെ സ്പേസ്, കംഫർട്ട്, അത് മാത്രമല്ല ഫീച്ചേഴ്സിൽ കുറച്ച് കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം സെയിം ആണ്. അപ്പോൾ 6,20,000 രൂപ കേരളത്തിൽ എക്സ് ഷോറൂം പ്രൈസ് വരുന്ന ഈ ഒരു വാഹനം അതിന് മുമ്പ്, അതായത് നിലവിൽ 6,74,000 രൂപയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 54,000 രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് അവിടെ തന്നെ ഉണ്ടാകുന്നത്. മാരുതി സുസുക്കി, ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, മാരുതി സുസുക്കി പുതിയ GST സ്ലാബിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ പോലും അവരുടെ ഓഫേഴ്സൊക്കെ നിലവിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും ഷോറൂമിൽ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓണം ഓഫേഴ്സൊക്കെ പലയിടങ്ങളിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് വാഹനത്തിൻ്റെ വില കുറച്ചു എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ വാഹനം പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും മാനുഫാക്ചേഴ്സിന് കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ ബേസ് പ്രൈസ് ഇവിടെ നോക്കും 5,25,500 ആണ്. അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ GST വിഹിതം മാത്രമാണ് കുറയ്ക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തണം എന്ന് സർക്കാരിന് തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ മുകളിൽ ഓഫേഴ്സ്, അതായത് ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓഫേഴ്സും കൂടെ വരുമ്പോഴത്തേക്കും, ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫർ ആയിക്കോട്ടെ, ക്യാഷ് ഡിസ്കൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് നമ്മൾ കൺസ്യൂമർ ഓഫർ എന്ന് പറയാറുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്കുള്ള അഡീഷണൽ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഓഫേഴ്സൊക്കെ തീർച്ചയായിട്ടും കമ്പനികൾ തരും. കമ്പനികളുടെ സെയിലിനെ അത് ബൂസ്റ്റ് ചെയ്യാനാണ് സഹായിക്കുക. പലയിടത്തും പറയുന്നുണ്ട്, പല ഷോറൂമുകളിലും ഇങ്ങനെ പറയുന്നതായിട്ട് അറിഞ്ഞു, അതായത് ഓഫേഴ്സൊക്കെ എടുത്ത് കളയും എന്നുള്ള രീതിക്ക്. അതൊരിക്കലുമല്ല. അത് പഴയ GSTയിൽ തന്നെ നിങ്ങളെ കൊണ്ട് വാഹനം വാങ്ങാനുള്ള ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഓഫേഴ്സ് എല്ലാം നിലനിൽക്കും. ഓഫേഴ്സ് ഇല്ലെങ്കിൽ എത്ര കണ്ട് GST കുറച്ചാൽ പോലും ജനം വാഹനം വാങ്ങില്ല, അത് തീർച്ചയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 6,74,000 രൂപ എന്നുള്ള എക്സ് ഷോറൂം പ്രൈസിൽ വരുമ്പോഴത്തേക്കും കേരളത്തിൽ അതിന്
13% റോഡ് ടാക്സ് ഈടാക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ടാക്സിന് മുകളിൽ ടാക്സ് 28% GST 1% സെസ്സും ഉൾപ്പെടെയുള്ള ബേസ് പ്രൈസിൻ്റെ മുകളിൽ അത്തരം ഒരു എമൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് 6,74,000 വരുന്നത്. അതിന് മുകളിലാണ് 13% കേരള സർക്കാർ റോഡ് ടാക്സ് ഈടാക്കുന്നത്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും താഴെ ഒരു എക്സ്ഷോറൂം പ്രൈസ് വരികയാണ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം മുതൽ 9,99,000 വരെ എക്സ്ഷോറൂം പ്രൈസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 13% റോഡ് ടാക്സ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ 13% റോഡ് ടാക്സും പ്ലസ് ഒരു 30,000 രൂപ റഫായിട്ട് ഒരു ഇൻഷുറൻസും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7,91,000 രൂപയുടെ അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരും. എന്നാൽ 6,20,000 എക്സ്ഷോറൂം പ്രൈസ് പുതിയ GST പ്രകാരം താഴുമ്പോഴത്തേക്കും അവിടെയും 13% റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതുകൂടാതെ തന്നെ 30,000 രൂപ ഈ പറയുന്ന ഇൻഷുറൻസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോൾ 7,30,000 രൂപയായിരിക്കും. 7,30,000 7,90,000 തമ്മിൽ 60,000 രൂപയുടെ ഡിഫറൻസ് മാത്രമാണുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് മുകളിൽ കമ്പനികൾ അല്ലെങ്കിൽ ഷോറൂമിൻ്റെ സൈഡിൽ നിന്നുള്ള ഓഫേഴ്സ് തീർച്ചയായിട്ടും നിലനിൽക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ദീപാവലി, നവരാത്രി ഉത്സവങ്ങളാണ് വരാൻ പോകുന്നത്. ഉത്തരേന്ത്യയിലേക്ക് വളരെ കാര്യമായിട്ടുള്ള ഡയറക്റ്റായിട്ട് മാനുഫാക്ചേഴ്സ് തന്നെ നല്ല ഓഫേഴ്സ് നൽകുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല, ഓൾഡ് സ്റ്റോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടൊക്കെ നമുക്ക് ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഈ അക്സസറി ആയിട്ട് ഓഫേഴ്സ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അക്സസറിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മൾക്ക് തരുന്ന അക്സസറി ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ക്വാളിറ്റി വെളിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്യാഷ് ഓഫേഴ്സ്, എക്സ്ചേഞ്ച് ബോണസ്, അഡീഷണൽ ബോണസ്, കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും റഫായിട്ട് ഒരു 40,000 രൂപയുടെയൊക്കെ ഒരു ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം അങ്ങനെ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത്തരത്തിലുള്ള ഓഫേഴ്സൊക്കെ കട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞാലും അത് കട്ട് ചെയ്ത് കളയില്ല, അത് നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാരുതിയുടെ കേസിൽ അത്തരത്തിൽ കട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 7,30,000 രൂപ എന്ന് പറയുന്ന 18% GSTയിൽ വരുമ്പോൾ ലഭിക്കുന്ന ഓൺ റോഡ് പ്രൈസ്, അതായത് ബലീനോയുടെ മാനുവൽ ട്രാൻസ്മിഷൻ സിഗ്മ വേരിയന്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് എങ്ങനെ നോക്കിയാലും 6,90,000 രൂപയ്ക്ക് അടുത്ത്. അതായത് ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 6,90,000 രൂപ എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ 7 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു 1.5 മാസം മുമ്പ് നമുക്ക് ഈ ഒരു വാഹനം ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയില്ല. കാരണം ഇത്തരത്തിലൊരു വലിയ GST കട്ട് വന്നതുകൊണ്ടാണ് അത് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും ഒക്കെ കാര്യമായിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടായത്. ഇവിടെ 30,000 രൂപ ഇൻഷുറൻസ് ഞാൻ ആഡ് ചെയ്യെങ്കിൽ പോലും അത്രയും ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അത്രയും രൂപ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരില്ല. കാരണം വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് കുറയുന്ന അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസിലും കാര്യമായിട്ടുള്ള കുറവുകൾ വരും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റിയൊരു സമയമാണ്. ചാടിക്കറി വാഹനം എടുക്കരുത്. എന്തായാലും അതിൻ്റെ പുതിയ എക്സ്ഷോറൂം പ്രൈസ് വരട്ടെ, അതനുസരിച്ചുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വരട്ടെ. അത് അനലൈസ് ചെയ്ത് തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ഉണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ള ഓഫേഴ്സൊക്കെ വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഷോറൂമിൽ പോയിട്ട് നിലനിൽക്കുന്ന ഓഫേഴ്സ് എല്ലാം നിങ്ങൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. നല്ല നല്ല വ്ളോഗ്സ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.